ലോകത്തെ കാലഘട്ടത്തെ തന്നെ AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ഭൂജാതനായ മാനവ ജനതയെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി, ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി സ്വർഗം ചായ്ച്ച് താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ രക്ഷകനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഒരു കുറ്റവും കാണാതിരുന്നിട്ടും അന്നത്തെ ഗവൺമെന്റ് തന്നെ മരണശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ടിടയായി. കൽവറയിൽ ഒരുക്കപ്പെട്ട കൊലമരത്തിൽ ഒരു മരക്കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ കാരിരുമ്പാണികൾ കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ടവനായി, ശിരസിൽ മുൾക്കിരീടം ചാർത്തപ്പെട്ടവനായി, കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തേറ്റപ്പെട്ട് അവസാന തുള്ളി രക്തം ഊറ്റിത്തന്നുകൊണ്ട് പ്രാണന വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തു. അഭ്യസ്ത വിദ്യരായ ഈ ദേശനിവാസികൾ, ചിന്തിക്കുവാൻ കഴിവുള്ള ഈ ദേശനിവാസികൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? ആർക്കു വേണ്ടിയാണ് യേശു മരിച്ചത്? തെറ്റു ചെയ്തതിന്റെ ശിക്ഷയായിരുന്നില്ല യേശുവിന് അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ മാനവ ജനതയുടെ മുഴുവനും പാപത്തിന്റെ ശിക്ഷയാണ് യേശു കർത്താവ് ഏറ്റെടുത്തത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, അതെ, നാം ഓരോരുത്തരും മരിക്കേണ്ടിയ സ്ഥാനത്ത് നാം ഓരോരുത്തരും ഏറ്റുവാൻ വേണ്ടിയിരുന്ന ശിക്ഷ നമുക്ക് വേണ്ടി നമ്മുടെ പകരക്കാരനായി, നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി കർത്താവായ യേശു ക്രിസ്തു മരണം വരിക്കുവാൻ ഇടയായി. മരണത്തോടെ ഒതുങ്ങുന്നതല്ല യേശുവിന്റെ ചരിത്രം. അനേക മഹാരഥന്മാർ, അത് ലോക സാമ്രാജ്യങ്ങളെ ഞെട്ടിവിറപ്പിച്ച മഹാരഥന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു. അവർ കാലയവനികയ്ക്കുള്ളിൽ മറയപ്പെടുവാനായിട്ടിടയായി. അവരുടെ കല്ലറകളെല്ലാം ഇന്ന് മറിഞ്ഞു കിടക്കുമ്പോൾ ലോകത്തിൽ ഒരു അത്ഭുത മനുഷ്യൻ മരിച്ചിട്ട് 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ്. അതെ, താൻ സാക്ഷാൽ ദൈവമാണ്, താൻ സാക്ഷാൽ ദൈവപുത്രനാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് പാപിയായ ഒരു മനുഷ്യന് പാപമോചനം പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവം ഒരുക്കുന്ന നിത്യഭവനമാകുന്ന സ്വർഗം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്ന സത്യമിതാണ്: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശു എന്ന നാമമല്ലാതെ. ആകയാൽ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? ജീവനോടെ ഇരിക്കുമ്പോൾ, സുബോധത്തോടെ ഇരിക്കുമ്പോൾ, ചിന്തിക്കുവാനും തീരുമാനിക്കുവാനും കഴിവും പ്രാപ്തിയുമുള്ളപ്പോൾ ജീവിതത്തിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ലോക ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് 40കളിൽ അവസാനിക്കാം, 50കളിൽ, 60കളിൽ, 70കളിൽ, 80കളിൽ, എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ ഈ ഭൂമണ്ഡലത്തിൽ നിന്നും നീക്കപ്പെടാം. എന്നാൽ മരണശേഷം മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് മരണശേഷം തീരുമാനിക്കുവാൻ അവസരങ്ങളില്ല. തീരുമാനിക്കേണ്ടത് മരണശേഷം, മരണാനന്തരം നടത്തപ്പെടും
നടക്കുന്ന ക്രിയകളിലൂടെ, കൂടാശകളിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ഒരുവരും മോക്ഷം പ്രാപിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ജീവനോടെ ഇരിക്കുമ്പോഴുള്ള അതിശക്തമായ തീരുമാനത്തിലൂടെ മാത്രമാണ് മനുഷ്യനത് കരഗതമാക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. യേശു നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടിടയാകും. സന്തോഷമില്ലാത്ത ഭവനങ്ങളിൽ സന്തോഷം, സമാധാനമില്ലാത്ത ഹൃദയങ്ങളിൽ സന്തോഷം, സൗഖ്യമില്ലാത്ത ജീവിതങ്ങളിൽ സൗഖ്യം. അതേ കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി ലോകം കാണുവാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. ലോക സംഭവങ്ങൾ അതിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നാം നോക്കിയാൽ നമ്മുടെ കാലാവസ്ഥയെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യേണ്ട സമയത്ത് വെയിലും, വെയില് പെയ്യേണ്ട സമയത്ത് മഴയും എല്ലാമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാ. കർഷകർ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാ. കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ലോകരാജ്യങ്ങൾ മുറവിളിയിടുകയാണ്. എപ്പോൾ വേണമെങ്കിലും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാവുന്ന മുൾമുനയിലാണ് ലോകരാജ്യങ്ങൾ നിലകൊള്ളുന്നത്. ഭീതി, അനീതി, അക്രമം, തീവ്രവാദങ്ങളുടെ പെരുപ്പം, ഇതെല്ലാം മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു മഹാസത്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുവാൻ സമയം ആസന്നമായിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് മടങ്ങി വരുന്നത്? കുറച്ചു മുന്നമേ ഞാനൊരു ചരിത്ര സംഗതിയെ പറയുവാനായിട്ടിടയായി. 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മാനവ ജനതയെ തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ആയിരുന്നുവെങ്കിൽ അനധിവിദൂര ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ഈ ഭൂമിയിൽ പാപം മോചിക്കപ്പെട്ട ഒരു കൂട്ടം വ്യക്തി ജീവിതങ്ങളെ തന്നോടുകൂടെ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഒരുക്കുന്ന ആ ശുഭഭാവിയെ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവരുമേ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക. യേശു കർത്താവിന്റെ മടങ്ങി വരവിൽ തന്നോടുകൂടെ ചേരുവാൻ കഴിയാതെ പോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് അത് നിത്യനാശത്തിലേക്കാണ്, നിത്യനരകത്തിലേക്കാണ്, നിത്യബന്ധനത്തിലേക്കാണ് എന്നും കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല അവസരമാണ്. നീ നല്ല അവസരത്തെ പാഴാക്കി കളയാതെ നമുക്ക് കർത്താവായ യേശുവിലൂടെ ഒരു നല്ല ജീവിതത്തിന് ആരംഭം കുറിക്കാം. മദ്യം തരാത്ത, മയക്കുമരുന്നുകൾ നൽകിത്തരാത്ത, ലോകത്തിന്റെ ഒരു ശക്തിക്കും നൽകിത്തരുവാൻ കഴിയാത്ത ഇത്ര വലിയ സന്തോഷവും സമാധാനവും ഇത്ര വലിയ രക്ഷയും അനുഭവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും അത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരാണ്, വിവിധ തൊഴിൽ കാര്യാദികളിൽ ഏർപ്പെടുന്നവരാണ്. എന്നാൽ ഇന്നത്തെ ദിവസം സമയം മാറ്റിവെച്ച് നിങ്ങളുടെ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശം ആരും നശിച്ചു പോകരുത്, ആരും നഷ്ടമായി പോകരുത് എന്ന ഉദ്ദേശ ശുദ്ധിയോടെയാണ് ഞങ്ങൾ പറയുന്നതായ ഈ വചനങ്ങളെ നിങ്ങൾ ശിരസാൽ വഹിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകും, കുടുംബം അനുഗ്രഹപൂർണമാകും എന്നതിന് സംശയമില്ല. ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ ദൈവവചന സംബന്ധമായ കാര്യാദികളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ തൽപരരാണ് എങ്കിൽ മുണ്ടക്കയം പൈങ്ങണയിൽ സ്ഥിതി ചെയ്യുന്ന മലങ്കര ക്രിസ്തീയ സഭയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ അസ്വസ്ഥരാണോ, ആകുലപ്പെടുന്നവരാണോ, പ്രാർത്ഥനാ വിഷയങ്ങൾ
നിങ്ങൾക്കുണ്ടായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും പകൽ അവിടെ പ്രാർത്ഥനകൾ നടത്തപ്പെടുന്നു. എല്ലാ ഞായറാഴ്ചകളിലും പകൽ ദൈവത്തെ ആരാധിക്കുന്ന സത്യ ആരാധന അവിടെ നടത്തപ്പെടുകയാണ്. നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഹാർദവമായി പൈങ്ങണയിൽ സ്ഥിതി ചെയ്യുന്ന മലങ്കര ക്രിസ്തീയ സഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം വരെയും ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളേവരോടുമുള്ള നന്ദിയും സ്നേഹവും നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഒരു ഗാനം കൂടെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ആലപിക്കുന്നു. നമുക്ക് ആസ്വദിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.